ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ സാധോട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഗ്രൈൻഡിങ് മിഷൻ അൺബോക്സ് ചെയ്ത വീഡിയോ ആണ്. അതിൽ നമ്മളെ കട്ടർ ഐബലിൻ്റെ കട്ടർ അൺബോക്സ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇപ്രാവശ്യം നമ്മുടെ ഡ്രില്ലാണ് കേട്ടോ. ഓക്കെ ഇതാ കണ്ട. ഓക്കെ ഇതാണ് നമ്മുടെ ഡ്രില്ല്, ഐബലിൻ്റെ ഡ്രിൽ മിഷനാണ്. 650 വാട്ട്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ കട്ടർ നമ്മളെ 600 സംതിങ്ങിനാണ് കട്ടറിൻ്റെ വാട്ട്സ് വരുന്നത്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ, ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ ഇട്ടുക. കൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കട്ടറാണ് നമ്മൾ അൺബോക്സ് ചെയ്തത്. അപ്പോൾ ഡ്രില്ലാണ് കേട്ടോ, അടിപൊളി ഡ്രില്ല്, നമ്മൾ ഐബലിൻ്റെ ഡ്രില്ലാണ്. ഓക്കെ ഏകദേശം 2000 രൂപ റേറ്റ് വരുന്ന സാധനമാണ് കേട്ടോ ഇത്. അതാണ് 200 വോൾട്ട് വർക്ക് ചെയ്യുന്ന നല്ല അടിപൊളി ഡ്രില്ലാണ്. 650 വാട്ട്സാണ് നമ്മുടെ കട്ടർ, 680 വാട്ട്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ RPM കണ്ട 2800 RPM. അതുപോലെ തന്നെ അതിൻ്റെ ചെക്ക് സൈസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇമ്പാക്ട് ഡ്രില്ലാണ്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 2000 ആണ്, 2000 ചില്ലറയാണ് കേട്ടോ. ഓക്കെ 2500 ആ റേഞ്ചാണ്. ഓക്കെ കേട്ടോ നമ്മൾ 1900 രൂപയ്ക്ക് സാധനം നമുക്ക് കിട്ടി കേട്ടോ. അതുപോലെ കുറച്ച് തന്നെയാണ്, നമ്മൾ സ്ഥിരം എടുക്കുന്ന ഷോപ്പാണ്. പിന്നെ ഇതിൽ നമുക്ക് 4 പീസ് ഡ്രിൽ ബിറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ അതെന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെയാണത്. ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹാൻഡിൽ, ഡ്രില്ലിൻ്റെ ഹാൻഡിലാണിത് കണ്ട, നമ്മൾ പിടി. ഓക്കെ ഇത് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഹാൻഡിലാണ് കേട്ടോ. ഓക്കെ എന്തായാലും അടിപൊളി സാധനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കീ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രിൽ ചാക്കിൻ്റെ കീ ആണത്. എന്ന് വെച്ചാൽ നമുക്ക് ബിറ്റും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കീ ആണ്. ഓക്കെ ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 4 ബിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 ബിറ്റാണ്, ഇത് ഡ്രിൽ ബിറ്റാണ്. ഓക്കെ അല്ല അടിപൊളി 4 ബിറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഓക്കെ ഈ സാധനം ഇതെന്താണ് എനിക്ക് അറിയില്ല കേട്ടോ, സംഭവം എന്താണെന്ന് അറിയില്ല. ഈ സംഭവം കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ, നോക്കാം കേട്ടോ, നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ ഇതിനെന്തോ അളവിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊന്നുമില്ല അല്ലേ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രില്ല്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഐബലിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വെയിറ്റ് ആണ് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം. ഓക്കെ പിന്നെ ഇതിൻ്റെ കേബിളും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കേബിളാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് പൊട്ടിച്ച് ഇത് യൂസ് ചെയ്ത് നോക്കിയ സാധനമാണ്. ഓക്കെ ഞാനല്ല കേട്ടോ, ഷോപ്പിൽ നിന്ന് അവർ പൊട്ടിച്ച് യൂസ് ചെയ്ത് തന്ന സാധനമാണ് കേട്ടോ, ടെസ്റ്റ് ചെയ്ത് നോക്കിയ സാധനമാണ്. അപ്പോൾ ഓൾറെഡി പാക്ക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റീപാക്ക് ചെയ്തതാണ്. ഓക്കെ അപ്പോൾ വേണ്ട അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കേബിൾ തന്നെയാണ് വന്നിരിക്കുന്നത്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കേബിൾ. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രില്ല്, അടിപൊളി സാധനമാണ് കേട്ടോ. ഓക്കെ ഇതിൻ്റെ വെയിറ്റാണ് രക്ഷയില്ലാത്ത വെയിറ്റ്. ഓക്കെ ഇതിൽ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് കണ്ട, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ആ ഒരു സംഭവമാണ്, കോൺക്രീറ്റ് പൊട്ടിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഫോർവേഡ് റിവേഴ്സ് ബട്ടണൊക്കെ ഉണ്ട് കണ്ട. ഇതിനുള്ള ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വാട്ട്സ് കണ്ട ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ, വാട്ട്സും RPM ഇവിടെ ആയിട്ടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പിന്നെ രണ്ടിങ്ങനെ പിടിക്കാം, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മളെ ഫോർവേഡ് റിവേഴ്സും ആക്കേണ്ട ഒരു ബട്ടണാണ് ഇത് കണ്ട. നമുക്ക് സ്ക്രൂവും ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീഡ് കൺട്രോളിൽ ഇതിലൊരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും കണ്ട, പ്ലസും മൈനസും കാണാൻ വേണ്ടി പറ്റും, അങ്ങനെ സംഭവം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സംഭവം ലോക്ക് ചെയ്യുന്ന ബട്ടൺ കണ്ട, ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ കണ്ട ലോക്കായി കണ്ട. ഇനി നമ്മളിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇത് അൺലോക്കായി. ഓക്കെ അങ്ങനെ സംഭവം ഉണ്ട്, അതെല്ലാ ഡ്രില്ലിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അതിൻ്റെ ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ തിരിച്ചും ടൈറ്റ് ചെയ്യുക, നമുക്ക് കീ വെച്ചും ടൈറ്റ് ചെയ്യുക. പിന്നെ അത് ഓണിൽ വെച്ച് കൈ കൊണ്ട് തിരിക്കരുത് കേട്ടോ, അതായത് നമ്മൾ ഡ്രില്ല് പ്രസ് ചെയ്ത് പിടിച്ച് തിരിക്കരുത്, ചിലപ്പോൾ കൈ അടക്കം ഒട്ടാൻ കറങ്ങാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പോൾ ഇത് നമുക്ക് കീ വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു ബിറ്റ് ജസ്റ്റ് നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇത് തിരിക്കുന്ന കാണിച്ചാൽ അതാ ഇതുപോലെ തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ടൈറ്റ് കൂട്ടുക. ഇത് കൈ കൊണ്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ അങ്ങനെ പിടിച്ച് തിരിച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ, പുതിയ സാധനം കൊണ്ട് നല്ല ടൈറ്റ് ഉണ്ട്. ഓക്കെ ഇതാ കണ്ട ഇതുപോലെ ഓരോ ഹോളും ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അതിന് നമുക്കൊരു ബിറ്റും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, ഉണ്ടോ കോൺക്രീറ്റ്, നമ്മളെ ഇരുമ്പ്, അതുപോലെ എല്ലാം മെറ്റീരിയൽ നമുക്ക് ഇതുകൊണ്ട് ഹോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് ബിറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇരുമ്പ് ഹോൾ അടിക്കുന്ന ബിറ്റ് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബിറ്റ് എടുത്തിട്ട് അടിക്കുക. ഓക്കെ, അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ബിറ്റ് തഴഞ്ഞു കേട്ടോ, മൊത്തം കത്തിപ്പോവും ബിറ്റ്. ഓക്കെ, ഇരുമ്പിനെ ഹോൾ അടിക്കുന്ന ബിറ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് കാണിച്ചാൽ നമുക്ക് ബിറ്റ് ഇതല്ല കേട്ടോ, ബിറ്റ് നമുക്ക് വേറെ എടുക്കാം. എൻ്റെ ഇപ്പോൾ ടൈറ്ററിൻ്റെ ഒരു ബിറ്റ്, പഴയ ബിറ്റ് ഉണ്ട് കേട്ടോ. അടാ, ഈ ഒരു ബിറ്റ് ടെസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ഹെഡൊക്കെ ഒരുമാതിരി പോയിട്ടുണ്ട്. ഓക്കെ, മൊത്തം പോയി. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കുറച്ച് ബിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. ഇതിൽ കയറുന്നില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ലൂസാക്കി കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ കൈ കൊണ്ട് തിരിച്ച് ജസ്റ്റ് ലൂസാക്കാം. അതിന് ഇതിട്ട് കൊടുക്കുക. ജസ്റ്റ് നമുക്ക് കൈ കൊണ്ട് തിരിച്ചു കൊടുക്കാം. പക്ഷേ നമുക്ക് ഡ്രില്ല് ഇതിനെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഡ്രില്ല് പ്രസ് ചെയ്ത് പിടിച്ച് ടൈറ്റ് ചെയ്തത്, അതായത് നമുക്ക് ഹാൻഡിൽ കുത്തിരി ആ സ്വിച്ച് വെച്ച് ടൈറ്റ് ആവില്ല, നമ്മളെ കൈ മൊത്തം പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ടൈറ്റ് ചെയ്യുന്നില്ല, ടൈറ്റ് ചെയ്തത് കൈ പോവും. ഓക്കെ, ടൈറ്ററൊക്കെ അങ്ങനെ ടൈറ്റ് ചെയ്യൽ, കൈ കൊണ്ട് ടൈറ്റ് ചെയ്യലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്ലഗിൽ കുത്തി കൊടുക്കാം. ജസ്റ്റ് പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഞാൻ പിടിക്കുന്നുണ്ട്. ഇതാ കണ്ടാ, അടിപൊളി. ജസ്റ്റ് ഫുൾ സ്പീഡിൽ നോക്കാം നമുക്ക്. എന്താ, അത്യാവശ്യം നല്ല സ്മൂത്തായി സാധനം കറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിൽ പൊടിയൊക്കെ കറിക്കുമ്പോൾ സംഭവം ശരിയായിക്കോളൂ. ഓക്കെ, അതിൻ്റെ പവർ ആയിക്കോ. അതേ നല്ല ഇതാണ് കേട്ടോ. കൂളിംഗ് ഫാൻ നല്ല കൂളിംഗ് ഫാനാണ്. നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റാണ്, മുഖത്തൊക്കെ ഇട്ട് അടിക്കുന്നത്, അങ്ങനത്തെ കാറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോളൊക്കെ അടിക്കുമ്പോൾ പൊടി മൊത്തം എല്ലാം മറന്നു പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ട നമ്മൾ ഫോർവേഡും റിവേഴ്സും ബട്ടനാണിത്. കണ്ട അങ്ങോട്ടും കറങ്ങും ഇങ്ങോട്ടും കറങ്ങും. ഓക്കെ, അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ റൈറ്റ് ഇറങ്ങുന്നതാണ്, പിന്നെ ലെഫ്റ്റാണ്. സ്പീഡ് ടെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സ്പീഡ് ടെസ്റ്റ് അങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി. ഫുള്ള് മൊത്തം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല തിരി കിട്ടും. മൊത്തണ്ട, ഞാൻ ഫുൾ പ്രസ് ചെയ്താൽ ഇത് നല്ല തിരി കിട്ടും. കണ്ട, മൊത്തം പ്രസ് ചെയ്താൽ നമ്മളെ സൂട്ട് യൂസ് ആക്കാനും ടൈറ്റ് ആക്കാനും യൂസ് ചെയ്യുന്നതാണ്. ഫുൾ സ്പീഡിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇത് ഫുള്ള് തിരിച്ചു കൊടുക്കുക. ഇനിയൊക്കെ പിടിച്ച് ഫുൾ സ്പീഡ് പറഞ്ഞു കേട്ടോ. സംഭവം അടിപൊളി ആയിട്ടുണ്ട്. നല്ല ഡ്രില്ല് തന്നെയാണ്. ഈ സമയം ഹാൻഡിൽ വെക്കാൻ മറന്നു കേട്ടോ. നമുക്കൊന്ന് ഹാൻഡിൽ വെക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് നമ്മളെ ഹാൻഡിൽ. നമുക്കിതിന് ഫിറ്റ് ചെയ്യാം. അതും കൂടി ഫിറ്റ് ചെയ്താൽ നമ്മളെ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇതും കൂടി ഫിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് അറിയാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഹോൾ അടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, വലിയ വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ നമുക്ക് മുകളിൽ വെച്ച് ഹോൾ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഷോൾഡർ വേണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. വേണ്ട, ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല വേഗം ടൈറ്റ് ചെയ്ത് കയറ്റാം. കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ. വേണ്ട, അതേപോലെ വെച്ച് ഈ സാധനം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വേണ്ട, ഇപ്പോഴാണ് നമ്മുടെ ഡ്രില്ല് ശരിയായത്. നമ്മൾ ആ ഒരു ഫോട്ടോയിൽ കാണിച്ച അതേപോലെ ആയിട്ടോ. ഓക്കെ, പിന്നെ നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സ്കൂട്ടറിന് ആവശ്യമില്ല, ഇതിന് തന്നെ ആ ഒരു സംഭവമുണ്ട്. അതായത് വേണ്ട, ഈ സൈഡിൽ കാണുന്ന സാധനം വെച്ച് ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി. സംഭവം ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ ഓരോ മോഡുണ്ട്. ഞാൻ ഇതിന് മുകളിൽ കണ്ടാകും ഒരു സംഭവം കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് കളർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം കേട്ടോ. ഓക്കെ, അത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ്, അതുപോലെ തന്നെ ഇരുമ്പ്, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ചുമര് തീർക്കാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, വുഡ്, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് ഡ്രില്ലിനിട്ട ചില സമയത്ത്. അത് മാറ്റുമ്പോൾ സൗണ്ട് മാറിപ്പോകും. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പവർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിറ്റ് 6ൻ്റെ ബിറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇത് മാറ്റി നോക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. ഓക്കെ ഓക്കെ അത്യാവശ്യം നല്ല പവറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ച് ചാക്കുന്നില്ല കേട്ടോ. കല്ല് മിക്കവാറും പൊട്ടിപ്പോവും. ഇവിടെ ഒരു ഷെഡിൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഹോളാകുന്നുണ്ട്. വേണ്ട, ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് മോഡൊന്ന് മാറ്റിയിട്ട് അടിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, 2 മോഡുണ്ട്, ഒന്ന് ഹിൽട്ടി, അതുപോലെ തന്നെ ഒന്ന് സാധാരണ ഡ്രില്ല് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഹോളാകുന്നുണ്ട്. ഓക്കെ, സംഭവം അടിപൊളിച്ചില്ല കേട്ടോ. അപ്പോൾ ഹിൽറ്റി ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, എന്നാലും ഹാമറിങ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും ഫുള്ള് ഹോൾ അടിക്കുന്നില്ല. അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ഇൻ്റർലോക്കാണ്. അത് ജസ്റ്റ് ഒന്ന് ഹോൾ അടിച്ച് നോക്കാം. കോൺക്രീറ്റ് കട്ടയുണ്ടോ ജസ്റ്റ് നമുക്ക് ഈ കോൺക്രീറ്റ് അടിക്കുന്ന ബിറ്റല്ല,
ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഹോൾ അടിക്കുന്നില്ല, കാരണം ബിറ്റ് ചൂടായിട്ട് കട്ട് കിട്ടും. ഓക്കെ, അല്ല അത്യാവശ്യം താഴ്ന്ന് പോകുന്നുണ്ട് കേട്ടോ, താഴ്ന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബിറ്റും നല്ല രീതിയിൽ ചൂടായി വരുന്നുണ്ട്. ഇതിൻ്റെ ബിറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ കാണിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, നമ്മൾ ടൈറ്ററിൻ്റെ രീതിയിൽ വർക്ക് ചെയ്ത് നമുക്ക് ഇതിന് കാണിച്ചു തരാം. അതായത് സ്ക്രൂ ലൂസ് ചെയ്യുന്നതും ടൈറ്റ് ചെയ്യുന്നതും അത് സംഭവമാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇതാത് നമ്മളെ ഫോർവേഡും റിവേഴ്സും കൺട്രോളിംഗ് ആണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു സ്ക്രൂവിൽ അയച്ചെടുക്കാം. ഓക്കെ, വേണ്ട പെട്ടെന്ന് തന്നെ അയച്ചെടുത്തു. അതിൻ്റെ സ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൺട്രോൾ തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ പണിയാവും. അപ്പോൾ എന്തായാലും നമ്മളെ ഡ്രില്ലിംഗ് മെഷീൻ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ. നല്ല ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, വേണ്ട അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഹോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു സാധനം മതി കേട്ടോ. അങ്ങനെ സ്ക്രൂ അടിക്കാനും ലൂസാക്കാനും എല്ലാം പറ്റും. നല്ല സാധനം കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എന്താ ഐബലിൻ്റെ ആണ്. ഓക്കെ, പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ, സാധനം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. 2000 രൂപയാണ് സാധനത്തിന് ഇതിൻ്റെ റേറ്റ്. ഓക്കെ, ഇതിൻ്റെ സൈഡിലുണ്ട്. ഓക്കെ, 2000 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ.